ഗുഡ് ഈവനിങ് ഓൾ. ആപ്ലിക്കേഷൻസ് ഓഫ് ഡിഫറൻസിയേഷൻ്റെ ഫോർത്ത് ക്ലാസ് ആണെന്ന്. ഫൈനലി സിലബസിൽ ആഡ് ചെയ്തിരിക്കുന്ന പോർഷൻസ് ആണ് മാക്സിമം ആൻഡ് മിനിമം ഓഫ് എ ഫംഗ്ഷൻ. ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ തന്നാൽ ആ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ എന്തായിരിക്കും അല്ലെങ്കിൽ മിനിമം വാല്യൂ എന്തായിരിക്കും, മാക്സിമം ആൻഡ് മിനിമം വാല്യൂ ഒക്കർ ചെയ്യുന്ന വാല്യൂ ഓഫ് എക്സ് എന്തായിരിക്കും. ആ 3 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് മാക്സിമം ആൻഡ് മിനിമ പോർഷൻസിൽ നിന്ന് ചോദിക്കുന്നത്. ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ തരും, ആ ഫംഗ്ഷൻ ഒരു സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ ആയിരിക്കും, y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർമാറ്റിലായിരിക്കും. ആ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ എക്സ് ആയിരിക്കും വേരിയബിൾ ക്വാണ്ടിറ്റി. ആ പർട്ടിക്കുലർ വാല്യൂസ് ഓഫ് എക്സിൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ മാക്സിമത്തിലും മിനിമത്തിലും റീച്ച് ചെയ്യുമ്പം ആ വാല്യൂ എന്തായിരിക്കും, അല്ലെങ്കിൽ മാക്സിമം മിനിമം വാല്യൂവിൽ കറസ്പോണ്ടിങ് എക്സ് എന്തായിരിക്കും, ഏത് വാല്യൂ ഓഫ് എക്സിലായിരിക്കും എഫ് ഓഫ് എക്സ് മാക്സിമവും എഫ് ഓഫ് എക്സ് മിനിമവും ആകുന്നത്. അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോർമലി ചോദിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ബേസിക് കോൺസെപ്റ്റ്സ് മാത്രം അറിഞ്ഞിരുന്നാൽ ഏത് ടഫ് ക്വസ്റ്റ്യനും സോൾവ് ചെയ്യാൻ പറ്റുന്നൊരു പോർഷനാണ് മാക്സിമം ആൻഡ് മിനിമ. അത് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻസിന്റെ ഒരു നെക്സ്റ്റ് പോർഷനായിട്ട് പറയാം. ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു, ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഏത് ഷേപ്പിലായിരിക്കും, ഇങ്ങനൊരു പോസിറ്റീവ് സ്ലോപ്പ് ഷേപ്പിലായിരിക്കും. ഇൻക്രീസിങ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ ഓൾവേസ് എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. തിരിച്ച് ഡിക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ ഒരു നെഗറ്റീവ് സ്ലോപ്പ് ഉള്ള ഫംഗ്ഷൻ ആയിരിക്കും. ദെർഫോർ ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പർട്ടിക്കുലർ പോയിന്റ്സ് ലെസ് ദാൻ 0 ആയിരിക്കും. ഇതാണ് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള പോർഷനാണ് മാക്സിമം ആൻഡ് മിനിമം ഓഫ് എ ഫംഗ്ഷൻ. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നോക്കിയാൽ ഇതൊരു ഷിഫ്റ്റഡ് സൈനിസോഡൽ ഗ്രാഫാണ്. ആ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞൊരു പോയിന്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സ് ഈക്വൽ ടു എയിൽ 0 സ്റ്റാർട്ട് ചെയ്യുന്നു, അത് ഇൻക്രീസ് ചെയ്യുന്നു. ഇൻക്രീസ് ചെയ്താൽ നമുക്ക് പറയാം ഈ പർട്ടിക്കുലർ റീജിയനിൽ അതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ദെർഫോർ ആ പർട്ടിക്കുലർ റീജിയനിൽ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ പോർഷൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് ഇൻക്രീസ് ചെയ്യുന്നില്ല, അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. എഗെയിൻ നെഗറ്റീവ് ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്യുന്നു. നെഗറ്റീവ് ഡയറക്ഷനിൽ എഗെയിൻ ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് ഫംഗ്ഷൻ എത്തിക്കഴിഞ്ഞാൽ അത് വീണ്ടും ഡിക്രീസ് ചെയ്യുന്നില്ല, അത് വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങുന്നു, ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങുന്നു. ഇങ്ങനെയാണ് ഈ ഫംഗ്ഷന്റെ വേരിയേഷൻ. ഇതിൽ പോസിറ്റീവ് സ്ലോപ്പ് തന്ന പോർഷനിൽ പോസിറ്റീവ് സ്ലോപ്പ് മാറി നെഗറ്റീവ് സ്ലോപ്പ് ആകുന്ന ആ പർട്ടിക്കുലർ പോർഷനിൽ നമുക്ക് പറയാം ആ ഫംഗ്ഷന്റെ വാല്യൂ എന്താകും, മാക്സിമം ആകും. എന്നോട് പറയാം ഇൻ ബിറ്റ്വീൻ 2 പോയിന്റ്സ് എ ആൻഡ് ബി ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു, ഇൻക്രീസും ചെയ്യുന്നു ഡിക്രീസും ചെയ്യുന്നു. ഇൻക്രീസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പം അത് എന്ത് ചെയ്യുന്നു, സ്റ്റേഷനറി ആകുന്നു, അതവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ആ സ്റ്റോപ്പ് ചെയ്ത പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. ദെയർഫോർ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എടുത്താൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ പോസിറ്റീവ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഒരു ഹില്ലിനകത്ത് മുകളിലോട്ട് പോകുന്നു, ഒരു ഹില്ലിൽ മുകളിലോട്ട് പോകുന്നു. നെഗറ്റീവ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഹില്ലിൽ നിന്ന് താഴോട്ട് എന്ത് ചെയ്യുന്നു, സ്ലൈഡ് ചെയ്യുന്നു. ദെർഫോർ ഇൻക്രീസ് ചെയ്ത് ഡിക്രീസ് ചെയ്യുന്ന പോർഷനിൽ ഇടയിൽ വരുന്ന പോയിന്റിനെ നമുക്ക് എന്തെന്ന് പറയാം, മാക്സിമം പോയിന്റ് എന്ന് പറയാം. മാക്സിമം പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിൽ പോസിറ്റീവ് സ്ലോപ്പ് ആയിരിക്കും, റൈറ്റ് സൈഡിൽ എന്തായിരിക്കും, നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാക്സിമം പോയിന്റ് എടുത്താൽ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ എന്തായിരിക്കും, ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ സ്ലോപ്പ് എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. മാക്സിമത്തിന്റെ റൈറ്റ് പോയിന്റ് എടുത്താൽ അതൊരു ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. ദെർഫോർ സ്ലോപ്പ് ഓഫ് ദ ഫംഗ്ഷൻ എന്തായിരിക്കും, ലെസ് ദാൻ 0 ആയിരിക്കും. തിരിച്ച് മിനിമം പോയിന്റ് എടുത്താൽ ഇതാണ് മിനിമം പോയിന്റ്. മിനിമം പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിൽ താഴേന്ന് മുകളിൽ നിന്ന് താഴോട്ട് വരുവാണ്. ദെർഫോർ അതെന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും സ്ലോപ്പ്, അല്ലെങ്കിൽ അതൊരു ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. ആ മിനിമം പോയിന്റിന്റെ റൈറ്റിലോട്ട് നോക്കിയാൽ എന്താണ്, ഇൻക്രീസ് ചെയ്ത് പോകുന്നു. ദെർഫോർ റൈറ്റിലോട്ട് സ്ലോപ്പ് ഓഫ് ദ ഫംഗ്ഷൻ എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ദെർഫോർ നമുക്ക് പറയാം ഒരു മിനിമം പോയിന്റ് എടുത്താൽ ആ മിനിമം പോയിന്റിന്റെ ലെഫ്റ്റിലോട്ട് ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും, റൈറ്റിലോട്ട് ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. ദെർഫോർ
മിനിമം പോയിന്റിന്റെ ലെഫ്റ്റിൽ സ്ലോപ്പ് നെഗറ്റീവ് ആയിരിക്കും, റൈറ്റിൽ സ്ലോപ്പ് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇവിടെ നോക്കിയാൽ രണ്ടാമത്തെ ഗ്രാഫ് നോക്കിയാൽ ഈ പർട്ടിക്കുലർ പോയിന്റിലാണ് ഫംഗ്ഷൻ മാക്സിമം ആകുന്നത്, ഈ പർട്ടിക്കുലർ പോയിന്റിലാണ് ഫംഗ്ഷൻ എന്താകുന്നത്, മിനിമം ആകുന്നത്. എന്നാൽ ഈ ഗ്രാഫിന്റെ പ്രത്യേകത എൻഡ് പോയിന്റ്സിലാണ് ഫംഗ്ഷൻ മാക്സിമം ആൻഡ് മിനിമം ആകുന്നത്. അത് നിർബന്ധമില്ല. ഫസ്റ്റ് ഗ്രാഫ് എടുത്താൽ എൻഡ് പോയിന്റ്സിലല്ല, ഇൻ ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് എ ആൻഡ് ബി ആണ് മാക്സിമയും മിനിമയും ഒക്കെ ചെയ്യുന്നത്. സെക്കൻഡ് ഗ്രാഫിൽ മാക്സിമം ഒക്കർ ചെയ്യുന്നത് ഫംഗ്ഷന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലും മിനിമം ഒക്കർ ചെയ്യുന്നത് ഫംഗ്ഷന്റെ എൻഡ് പോയിന്റിലും ആയിരിക്കും. ഫോർ കോർണർ പോയിന്റ്സിൽ അല്ലെങ്കിൽ എൻഡ് പോയിന്റ്സിലായിരിക്കും ഈ ഗ്രാഫിൽ മാക്സിമം ആൻഡ് മിനിമം ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, തേർഡ് ഗ്രാഫ് എടുത്താൽ എഗെയിൻ ഇതൊരു സൈനസോഡൽ ഗ്രാഫ് പോലെയാണ് ഇരിക്കുന്നത്. ഇതൊരു ട്രയാങ്കുലർ വേവ് ഫോം ആണ്. ഈ ട്രയാങ്കുലർ വേവ് ഫോമിൽ മാക്സിമം പോയിന്റ് ഇതായിരിക്കും, മിനിമം പോയിന്റ് ഇതായിരിക്കും. ലെഫ്റ്റില് മാക്സിമത്തിന്റെ ലെഫ്റ്റില് സ്ലോപ്പ് എന്തായിരിക്കും, പോസിറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. മുകളിലോട്ടാണ് പോകുന്നത്, റൈറ്റില് നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. എഗെയിൻ മിനിമം പോയിന്റിന്റെ റൈറ്റിലോട്ട് എന്താണ്, പോസിറ്റീവ് സ്ലോപ്പ് ആണ്. സിമിലർ പോയിന്റ് തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. സെക്കൻഡ് ആൻഡ് ഫോർത്ത് ഗ്രാഫ് അറൗണ്ട് സെയിം ആണ്. ഇത് ഫംഗ്ഷന്റെ മാക്സിമം പോയിന്റും മിനിമം പോയിന്റും ആണ്. കറസ്പോണ്ടിങ് ഈ മാക്സിമത്തിലുള്ള ഫംഗ്ഷന്റെ വാല്യൂ അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എ എന്ന് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെന്ന് പറയാം, എഫ് ഓഫ് എ എന്ന് പറയാം. സിമിലർലി എക്സ് ഈസ് ഈക്വൽ ടു ബിയിലുള്ള ഫംഗ്ഷന്റെ വാല്യൂവിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ബി എന്ന് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ എഫ് ഓഫ് ബി എന്ന് റെപ്രസെന്റ് ചെയ്യാം. എക്സ് ഈക്വൽ ടു എയിലാണ് മാക്സിമം വാല്യൂ ഒക്കർ ചെയ്യുന്നത്. അതിന്റെ മാക്സിമം വാല്യൂ ചോദിച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കാം, കറസ്പോണ്ടിങ് ഫംഗ്ഷനിൽ എക്സിന് പകരം എ കൊടുത്താൽ മതി. സിമിലർലി മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ ദ ഫംഗ്ഷൻ വാല്യൂ എഫ് ഓഫ് എക്സില് എക്സിന് റീപ്ലേസ് ചെയ്ത് എന്ത് കൊടുത്താൽ മതി, ഡി കൊടുത്താൽ മതി. ദെർഫോർ നമുക്ക് പറയാം എഫ് ഓഫ് എ ആയിരിക്കും മാക്സിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ. ആ മാക്സിമം വാല്യൂ ഒക്കർ ചെയ്യുന്ന എക്സ് വാല്യൂ എ ആയിരിക്കും. മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് ബി ആയിരിക്കും. ആ മിനിമം വാല്യൂ ഒക്കർ ചെയ്യുന്ന വാല്യൂ ഓഫ് എക്സ് എന്തായിരിക്കും, ബി ആയിരിക്കും. എക്സ് ഇസ് ഈക്വൽ ടു ബി ആയിരിക്കും. ദെർഫോർ മാക്സിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ ആ ഫംഗ്ഷനിൽ മാക്സിമം ഒക്കർ ചെയ്യുന്ന എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ മിനിമം വാല്യൂ ഒക്കർ ചെയ്യുന്ന എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. ആ വാല്യൂസ് എഫ് ഓഫ് എക്സിൽ എക്സിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി ചില ഗ്രാഫ് എടുത്താൽ ആ ഗ്രാഫിൽ ലാർജ് നമ്പർ ഓഫ് മാക്സിമ ആൻഡ് മിനിമസ് കാണും. ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു ഫംഗ്ഷൻ മാക്സിമയിലും മിനിമയിലും ആ പർട്ടിക്കുലർ പോയിന്റിൽ ഒരു ടാൻജന്റ് വരച്ചാൽ ഇതാണ് മാക്സിമം വാല്യൂ. ആ പർട്ടിക്കുലർ പോയിന്റിൽ ഒരു ടാൻജന്റ് വരയ്ക്കുന്നു. സിമിലർലി മിനിമം പോയിന്റിൽ ഇതാണ് മിനിമം പോയിന്റ്, അവിടെയും ഒരു ടാൻജന്റ് വരയ്ക്കുന്നു. ആ രണ്ട് ടാൻജന്റും എക്സ് ആക്സിസിന് പാരലൽ ആയിരിക്കും. ദെർഫോർ ആംഗിൾ മെയ്ഡ് ബൈ ദ ടാൻജന്റ് ടു ദ ഹൊറിസോണ്ടൽ ആക്സിസ് എന്തായിരിക്കും, 0 ഡിഗ്രി എന്ന് പറയാം, അല്ലെങ്കിൽ 180 ഡിഗ്രി എന്ന് പറയാം. പാരലൽ ഓർ ആന്റി പാരലൽ എന്ന് പറയാം. Therefore, corresponding slope of the curve എന്തായിരിക്കും, at that particular point tan 0 അല്ലെങ്കിൽ tan 180 ഡിഗ്രി ആയിരിക്കും, which is equal to 0 ആയിരിക്കും. Therefore, നമുക്ക് പറയാം മാക്സിമയിലും മിനിമയിലും ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും, 0 ആയിരിക്കും. എല്ലാ മാക്സിമത്തിലും മിനിമത്തിലും ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ സ്റ്റേഷനറി ആയിട്ട് നിന്നാൽ ആ പോയിന്റ് കറസ്പോണ്ടിങ് എക്സ് ആക്സിസിന് എന്തായിരിക്കും, പാരലൽ ആയിരിക്കും. ദെർഫോർ ആ പോയിന്റ് ഒരു മാക്സിമം പോയിന്റ് ആയിരിക്കും. സിമിലർലി ഡിക്രീസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അത് സ്റ്റേഷനറി ആയിട്ട് നിന്നാൽ ആ പോയിന്റിൽ ഒരു ടാൻജന്റ് വരച്ചാൽ അത് എക്സ് ആക്സിസിന് പാരലൽ ആയിരിക്കും. ദെർഫോർ ആ പർട്ടിക്കുലർ പോയിന്റിലെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ദെർഫോർ ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ അറ്റ് മാക്സിമ ആൻഡ് മിനിമ ഓൾവേസ് എന്തായിരിക്കും, 0 ആയിരിക്കും. അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി നമുക്ക് പറയാം ഒരു ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്താൽ കറസ്പോണ്ടിങ് എക്സ് വാല്യൂസ് എയ്തർ മാക്സിമം ആയിരിക്കും അല്ലെങ്കിൽ മിനിമം ആയിരിക്കും.
ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 0 ആകുന്ന പോയിന്റ്സിൽ എക്സിന്റെ വാല്യൂസ് എന്തായിരിക്കും? മാക്സിമ ഓർ മിനിമം ആയിരിക്കും. അതിനെ നോർമലി എന്തെന്ന് പറയാം? ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്റ്റേഷനറി പോയിന്റ്സ് എന്ന് പറയാം. സ്റ്റേഷനറി പോയിന്റ്സ് എന്ന് പറയാൻ റീസൺ എന്താണ്? മാക്സിമയിലും മിനിമയിലും ഫംഗ്ഷൻ അവിടെ സ്റ്റോപ്പ് ആകുന്നു. സ്റ്റോപ്പ് ആയിട്ടാണ് തിരിച്ച് റിവേഴ്സ് ഡയറക്ഷനിൽ അത് മൂവ് ചെയ്യുന്നത്. ദെർഫോർ മാക്സിമയിലും മിനിമയിലും ഓൾവേസ് ഫംഗ്ഷന്റെ പോയിന്റ് എന്തായിരിക്കും? സ്റ്റേഷനറി പോയിന്റ് ആയിരിക്കും. ഈ പർട്ടിക്കുലർ ഗ്രാഫ് എടുത്താൽ ഇത് ഈ രണ്ട് പോയിന്റ്സിൽ ഒരു മിനിമ പോയിന്റിൽ റീച്ച് ചെയ്യുന്നു. ഈ രണ്ട് പോയിന്റ് എടുത്താൽ ഒരു മാക്സിമിൽ എത്തുന്നു. ഈ രണ്ട് പോയിന്റ് എടുത്താൽ എഗെയിൻ ഒരു മിനിമ ഓഫ് ഫംഗ്ഷൻ അറ്റൈൻ ചെയ്യുന്നു. ഈ രണ്ട് പോയിന്റിൽ എഗെയിൻ മാക്സിമം ആകുന്നു. ദെർഫോർ ഈ റേഞ്ച് ഓഫ് വാല്യൂസ് എടുത്താൽ കുറേ മാക്സിമാസും കുറേ മിനിമാസും ഉണ്ട്. ദെർഫോർ ഇവിടെ മുതൽ ഇവിടം വരെ എടുത്താൽ ഏറ്റവും വലിയ മാക്സിമം എന്തായിരിക്കും? ഇതായിരിക്കും. ഏറ്റവും ലോവസ്റ്റ് മിനിമം എന്തായിരിക്കും? ഇതായിരിക്കും. ദെർഫോർ ഈ എ, ഞാൻ അതിനെ എ ആൻഡ് ബി എന്ന് അസ്യൂം ചെയ്യുന്നു. ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി അസ്യൂം ചെയ്താൽ ആക്ച്വൽ മാക്സിമ ഈ പോയിന്റ് ആയിരിക്കും, ആക്ച്വൽ മിനിമ ഈ പോയിന്റ് ആയിരിക്കും. ഈ രണ്ട് പോയിന്റ് എടുത്താൽ ഞാൻ അതിനെ സി എന്ന് എടുക്കുന്നു. ഇൻ ബിറ്റ്വീൻ എ ആൻഡ് സി എടുത്താൽ ഈ പോയിന്റ് ആക്ച്വലി എന്താണ്? ഒരു മിനിമയാണ്. പക്ഷെ അത് ആക്ച്വൽ മിനിമ അല്ല. ടോട്ടൽ ഫംഗ്ഷൻ എടുത്താൽ ഈ പോയിന്റ് എന്തല്ല? ആക്ച്വൽ മിനിമ അല്ല. ആക്ച്വൽ മിനിമം എന്തായിരുന്നു? ഈ പോയിന്റ് ആയിരുന്നു. ദെർഫോർ ഒരു ഗ്രാഫിൽ കുറേ മാക്സിമാസും കുറേ മിനിമാസും ഉണ്ടെങ്കിൽ അതിന് നോർമലി പറയുന്ന പേരാണ് ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു റേഞ്ച് ഓഫ് വാല്യൂസിൽ കുറേ മാക്സിമാസും കുറേ മിനിമാസും ഉണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം? ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമം പോയിന്റ്സ്. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി ഒരു ലാർജസ്റ്റ് മാക്സിമം ആണെങ്കിൽ അതെന്തായിരിക്കും? അബ്സല്യൂട്ട് മാക്സിമം ആയിരിക്കും, ആക്ച്വൽ മാക്സിമം പോയിന്റ് ആയിരിക്കും. ഏറ്റവും ലോവസ്റ്റ് മിനിമം ആണെങ്കിൽ അതെന്തായിരിക്കും? അബ്സല്യൂട്ട് മിനിമം ആയിരിക്കും. ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, ഈ ഗ്രാഫ് എടുത്താൽ ഈ ഗ്രാഫിൽ രണ്ട് മാക്സിമസ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ടാൻജൻസ് വരച്ചിട്ടുണ്ട്. ആ ടാൻജൻസ് എന്താണ്? എക്സ് ആക്സിസിന് പാരലൽ ആണ്. ദെർഫോർ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പർട്ടിക്കുലർ പോയിന്റ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. സിമിലർലി മിനിമ എടുത്താലും ആ മിനിമയിൽ ഒരു ടാൻജന്റ് വരച്ചാൽ ആ ടാൻജന്റ് എന്തായിരിക്കും? എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 0 ഡിഗ്രി ആയിരിക്കും. കറസ്പോണ്ടിങ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് ദിസ് പർട്ടിക്കുലർ പോയിന്റ് 0 ആയിരിക്കും. ദെർഫോർ ഓൾവേസ് ക്രിട്ടിക്കൽ പോയിന്റ്സിൽ അല്ലെങ്കിൽ മാക്സിമയിലും മിനിമയിലും ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു മാക്സിമം പോയിന്റ് എടുത്താൽ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ എന്തായിരിക്കും? ഒരു ഹില്ലിന്റെ മുകളിലോട്ട് കയറിയിട്ടാണ് മാക്സിമം ഹൈറ്റിൽ എത്തുന്നത് നമ്മൾ. ദെർഫോർ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ മുകളിലോട്ട് പോവുകയാണ്. ദെർഫോർ അതൊരു പോസിറ്റീവ് ആണ്, വിച്ച് ഈസ് എ പോസിറ്റീവ് സ്ലോപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻക്രീസിങ് ഹൈറ്റ് ആയിരിക്കും. ആ മാക്സിമം പോയിന്റിൽ നിന്ന് താഴോട്ട് പോകണമെങ്കിൽ ഹൈറ്റ് കുറഞ്ഞു വരുവാണ്. ദെർഫോർ എന്തായിരിക്കും? ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. സിമിലർലി സ്ലോപ്പ് ഓഫ് ദ ഫംഗ്ഷൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. തിരിച്ച് നേരെ ഓപ്പോസിറ്റ് എടുത്താൽ, ഒരു ഡെപ്ത് എടുത്താൽ ആ ഡെപ്തിൽ നിന്ന് റൈറ്റിൽ മുകളിലോട്ട് പോകുന്തോറും ഹൈറ്റ് കൂടി പോകത്തേ ഉള്ളൂ. ഓക്കെ, ഹൈറ്റ് കൂടും. തിരിച്ച് താഴോട്ട് പോകുന്തോറും ഒരു മുകളിലെ എർത്തിന്റെ സർഫസിൽ നിന്നുള്ള ഹൈറ്റ് കുറയും, ഡെപ്ത് ആയിരിക്കും കൂടുന്നത്. ദെർഫോർ ലെഫ്റ്റിൽ ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും, റൈറ്റിൽ എന്തായിരിക്കും? ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. ദെർഫോർ പോയിന്റ് ഓഫ് മാക്സിമയും പോയിന്റ് ഓഫ് മിനിമയും ക്യാരക്ടറിസ്റ്റിക്സ് നേരെ റിവേഴ്സ് ആയിരിക്കും. മാക്സിമം പോയിന്റിന്റെ ലെഫ്റ്റിൽ ഇൻക്രീസിങ് ഫംഗ്ഷനും റൈറ്റിൽ ഡിക്രീസിങ് ഫംഗ്ഷനും ആയിരിക്കും. മിനിമ പോയിന്റിന്റെ ലെഫ്റ്റിൽ ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും, റൈറ്റിൽ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി നമ്മൾ നോർമൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് അവരൊരു ഫംഗ്ഷൻ തന്നിട്ട് ആ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ ഓർ മിനിമം വാല്യൂ ഫൈൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഒക്കർ ചെയ്യുന്ന എക്സ് വാല്യൂസ് ഫൈൻഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോർമലി ചോദിക്കുന്നത്. അതിന് അറിഞ്ഞിരിക്കേണ്ട 3 സ്റ്റെപ്സ് ആണ് ഈ സ്ലൈഡ്സിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ആ 3 പോയിന്റ്സ് അറിഞ്ഞിരുന്നാൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഏത് ക്വസ്റ്റ്യൻസും
ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് ഓൾറെഡി പറഞ്ഞു. ഓൾവേസ് മാക്സിമയിലും മിനിമയിലും ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0 ആയിരിക്കും. ദർഫോർ ഏതൊരു ഫംഗ്ഷൻ തന്നിട്ടും മാക്സിമ മിനിമ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണ്? ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക വിത്ത് റെസ്പെക്ട് ടു ദ വേരിയബിൾ. ആ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. വേരിയബിൾ എക്സ് ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ആ ഡിഫറൻസിയേഷൻ ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യുക. അങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പം കിട്ടുന്ന എക്സ് വാല്യൂസിന് എന്തെന്ന് പറയാം? കറസ്പോണ്ടിങ് എക്സ് വാല്യൂസിനെ ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയാം. ആ ക്രിട്ടിക്കൽ പോയിന്റ്സ് നമുക്കറിയില്ല, അത് എയ്തർ മാക്സിമം ആയിരിക്കാം അല്ലെങ്കിൽ എന്തായിരിക്കാം? മിനിമം ആയിരിക്കാം. അത് മാക്സിമ ആണോ മിനിമ ആണോ എന്ന് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് കണ്ടുപിടിച്ച ഡെറിവേറ്റീവിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ആ സെക്കൻഡ് ഡെറിവേറ്റീവ് ഈ പർട്ടിക്കുലർ എക്സ് വാല്യൂസിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിട്ട് കിട്ടിയ കറസ്പോണ്ടിങ് എക്സ് വാല്യൂസ് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? സെക്കൻഡ് ഡെറിവേറ്റീവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആ കറസ്പോണ്ടിങ് ക്രിട്ടിക്കൽ പോയിന്റ്സിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ, ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, കറസ്പോണ്ടിങ് എക്സ് വാല്യൂസ് ലോക്കൽ മിനിമം വാല്യൂസ് ആയിരിക്കും. മിനിമം മേക്ക് ചെയ്യുന്ന ഫംഗ്ഷനെ മിനിമം ആക്കുന്ന വാല്യൂസ് ആയിരിക്കും ആ കറസ്പോണ്ടിങ് ക്രിട്ടിക്കൽ പോയിന്റ്സ്. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് ആ കറസ്പോണ്ടിങ് ക്രിട്ടിക്കൽ പോയിന്റ്സിൽ ലെസ് ദാൻ 0 ആണെങ്കിൽ കറസ്പോണ്ടിങ് ക്രിട്ടിക്കൽ പോയിന്റ്സ് ലോക്കൽ മാക്സിമം ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രേറ്റർ ദാൻ 0യിലാണ് മിനിമം പറഞ്ഞത്, ലെസ് ദാൻ 0യിലാണ് ലോക്കൽ മാക്സിമം പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി ചില ക്വസ്റ്റ്യൻസിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ 0 ആയിട്ട് പോകും. സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആയി പോയാൽ ഈ എക്സ് വാല്യൂസ് എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ആ പർട്ടിക്കുലർ കേസിൽ നേരത്തെ പറഞ്ഞ ബേസിക് കോൺസെപ്റ്റ് തന്നെ യൂസ് ചെയ്യുക. ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 0 ആയ പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു, കുറച്ച് എക്സ് വാല്യൂസ് കിട്ടി. ആ എക്സ് വാല്യൂസിന്റെ ലെഫ്റ്റിലെ കുറച്ച് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യൂസിങ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്താണെന്ന് പറയാം. എക്സിനേക്കാളും കുറഞ്ഞ വാല്യൂസ് ലെസ് ദാൻ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഞാൻ എക്സ് സി എന്ന് എടുക്കുന്നു. ലെസ് ദാൻ ക്രിട്ടിക്കൽ പോയിന്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? എഫ് ഡാഷ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ക്രിട്ടിക്കൽ പോയിന്റ്സിനേക്കാളും ലെഫ്റ്റിലുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഗ്രേറ്റർ ദാൻ 0യും റൈറ്റിലുള്ള റൈറ്റ് ടു എക്സ് സി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാം ക്രിട്ടിക്കൽ പോയിന്റിന്റെ ലെഫ്റ്റിൽ ഇൻക്രീസിങ് സ്ലോപ്പ് ആയിരിക്കും, റൈറ്റിൽ എന്താണ്? ഡിക്രീസിങ് സ്ലോപ്പ് ആണ്. ദർഫോർ കറസ്പോണ്ടിങ് ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്തായിരിക്കും? കറസ്പോണ്ടിങ് ക്രിട്ടിക്കൽ പോയിന്റ്സ് മാക്സിമം ആയിരിക്കും, ലോക്കൽ മാക്സിമം ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. സിമിലർലി ലെസ് ദാൻ എക്സ് സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0യും റൈറ്റ് ടു എക്സ് സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, ലെഫ്റ്റിൽ നെഗറ്റീവ് സ്ലോപ്പും റൈറ്റിൽ പോസിറ്റീവ് സ്ലോപ്പും ആണെങ്കിൽ കറസ്പോണ്ടിങ് എക്സ് സി എന്തായിരിക്കും? കറസ്പോണ്ടിങ് എക്സ് സി ഒരു ലോക്കൽ മിനിമം ആയിരിക്കും. പ്രീവിയസ്ലി പറഞ്ഞ കോൺസെപ്റ്റ് തന്നെയാണ്. ദർഫോർ നമുക്ക് പറയാം സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫെയിൽ ആയാൽ, അല്ലെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആയാൽ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഡെറിവേറ്റീവില് ആ പർട്ടിക്കുലർ ഡെറിവേറ്റീവില് കുറച്ച് ക്രിട്ടിക്കൽ പോയിന്റ്സ് കിട്ടി. ആ ക്രിട്ടിക്കൽ പോയിന്റ്സിന്റെ കുറച്ച് ലെഫ്റ്റിലുള്ള വാല്യൂ, ഇപ്പൊ എക്സാമ്പിൾ എക്സ് ഈസ് ഈക്വൽ ടു 2 ആണ് ക്രിട്ടിക്കൽ വാല്യൂ എങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 1ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എക്സ് ഈസ് ഈക്വൽ ടു 3ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതാണ് ലെഫ്റ്റിലത്തെ വാല്യൂ. ലെഫ്റ്റിലത്തെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഒരു പോസിറ്റീവ് സ്ലോപ്പ് ആണെങ്കിൽ, റൈറ്റിലത്തെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഒരു നെഗറ്റീവ് സ്ലോപ്പ് ആണെങ്കിൽ കറസ്പോണ്ടിങ് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ലെഫ്റ്റിലത്തെ വാല്യൂവിൽ നെഗറ്റീവ് സ്ലോപ്പും റൈറ്റിലെ വാല്യൂവിൽ പോസിറ്റീവ് സ്ലോപ്പും ആണെങ്കിൽ കറസ്പോണ്ടിങ് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്തായിരിക്കും? ഒരു ലോക്കൽ മിനിമ പോയിന്റ് ആയിരിക്കും. കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പം കുറച്ചുകൂടി ക്ലിയർ ആകും. ഇപ്പം അറിഞ്ഞിരിക്കുക, ഓൾവേസ് ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. ആ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആണെന്ന് ഇക്വേറ്റ് ചെയ്യും.
അങ്ങനെ സീറോ ആകുന്ന എക്സ് വാല്യൂസിനെ ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയാം. ആ ക്രിട്ടിക്കൽ പോയിന്റ്സ് എയ്തർ മാക്സിമം ആയിരിക്കാം അല്ലെങ്കിൽ മിനിമം ആയിരിക്കാം. അത് മാക്സിമം ആണോ മിനിമം ആണോ എന്ന് കണ്ടുപിടിക്കാൻ എഗെയിൻ സെക്കൻഡ് ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യും. സെക്കൻഡ് ഡെറിവേറ്റീവ് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? ഫസ്റ്റ് ഡെറിവേറ്റീവ് കിട്ടിയ ഫംഗ്ഷനെ വീണ്ടും ഒരു തവണ കൂടി ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ മതി. ആ ഡെറിവേറ്റീവിൽ ക്രിട്ടിക്കൽ പോയിന്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ ലോക്കൽ മിനിമം ആയിരിക്കും, ലെസ് ദാൻ സീറോ ആണെങ്കിൽ ലോക്കൽ മാക്സിമം ആയിരിക്കും. ഈക്വൽ ടു സീറോ ആണെങ്കിൽ അവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫെയിൽ ആകും. ദെർഫോർ വീണ്ടും ഗോയിങ് ബാക്ക് ടു എന്തായിരിക്കും? ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയിരിക്കും. ഫസ്റ്റ് ഡെറിവേറ്റീവ് ക്രിട്ടിക്കൽ പോയിന്റിന്റെ ലെഫ്റ്റിലും റൈറ്റിലും കണ്ടുപിടിക്കും. ആ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടുള്ള സൈൻ ചേഞ്ച് വഴിയായിരിക്കും അത് മാക്സിമം ആണോ മിനിമം ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് ബേസിക് ആയിട്ട് വരുന്നത്. ചില ക്വസ്റ്റ്യൻസിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുണ്ട് ഫൈൻഡ് ദ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറഞ്ഞ് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈൻഡ് ദ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷന്റെ ഡബിൾ ഡെറിവേറ്റീവ് സീറോ ആയിട്ടോ അല്ലെങ്കിൽ ഡസ് നോട്ട് എക്സിസ്റ്റോ ആയിട്ട് വരുവാണ്. അതിൻ്റെ കൂടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഫംഗ്ഷൻ തരുന്നു, ആ ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവിന് കുഴപ്പമൊന്നുമില്ല, ഫസ്റ്റ് ഡെറിവേറ്റീവ് ഒരു നോർമൽ വാല്യൂ ആണ്. ആ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ വീണ്ടും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഒന്നുകിൽ സീറോ അല്ലെങ്കിൽ ഡസ് നോട്ട് എക്സിസ്റ്റോ വന്നാൽ ആ കറസ്പോണ്ടിങ് എക്സ് സീറോ വാല്യൂസിന് പറയുന്ന പേരാണെന്ത്? പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നാച്ചുറൽ ലോഗരിതം ഓഫ് 1 + x എന്ന് പറയുന്നു. ഓക്കെ, ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നാച്ചുറൽ ലോഗരിതം ഓഫ് 1 + x ആണ്. ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു എന്തായിരിക്കും? 1/1 + x ആയിരിക്കും. 1/1 + x ആയിരിക്കും. സെക്കൻഡ് ഡെറിവേറ്റീവ് ഈക്വൽ ടു എന്തായിരിക്കും? -1/1 + x ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. ഇവിടെ ആക്ച്വലി ഫസ്റ്റ് ഡെറിവേറ്റീവ് എക്സ് ഇസ് ഈക്വൽ ടു -1 ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. സിമിലർലി സെക്കൻഡ് ഡെറിവേറ്റീവും -1 എന്താണ്? ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. ഇതിനൊരിക്കലും പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. അതിന്റെ റീസൺ, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണം, സെക്കൻഡ് ഡെറിവേറ്റീവ് എന്തായിരിക്കണം? ഡസ് നോട്ട് എക്സിസ്റ്റ് ആയിരിക്കണം. ഫസ്റ്റ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണം, സെക്കൻഡ് ഡെറിവേറ്റീവ് എന്തായിരിക്കണം? ഡസ് നോട്ട് എക്സിസ്റ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ആ പർട്ടിക്കുലർ പോയിന്റ് എന്തായിരിക്കും? ഒരു പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. ഇത്രയും ബേസിക് ഫണ്ടമെന്റൽ കോൺസെപ്റ്റിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഒന്നുകൂടി പറയാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ അല്ലാണ്ട്? ഓക്കെ, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ മാത്രം ഒന്നുകൂടി പറയാം. ബാക്കി കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് കരുതുന്നു. ചില പർട്ടിക്കുലർ ഫംഗ്ഷനിൽ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എടുത്താൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് വെൽ ഡിഫൈൻഡ് ആയിരിക്കും. ഫസ്റ്റ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് x0 ആയിരിക്കും. ഫസ്റ്റ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നു അറ്റ് x0 എന്ന് പറഞ്ഞാൽ f'(x0) നോൺ സീറോ ആണ്, എക്സിസ്റ്റ് ചെയ്യുന്നു. തിരിച്ച് ഇതിന്റെ ഡബിൾ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചതിന് ശേഷം, എഫ് ഓഫ് എക്സിന്റെ ഡബിൾ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചതിന് ശേഷം സെയിം x0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആ f'(x0) എയ്തർ സീറോ ഓർ ഡസ് നോട്ട് എക്സിസ്റ്റ് വന്നാൽ ആ കറസ്പോണ്ടിങ് x0യെ പറയുന്ന പേരാണെന്ത്? പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ഒന്നുകൂടി പറയാം, ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു. ആ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ f'(x) എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ആ f'(x)ൽ x is equal to x0 എന്ന് പറഞ്ഞ പോയിന്റിൽ അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു. അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? f'(x0) എന്ന് റെപ്രസെന്റ് ചെയ്യാം.
ആ എഫ് ഡാഷ് എക്സ് സീറോ ഒരു ഫൈനൈറ്റ് വാല്യൂ ആണ്. ഫൈനൈറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സീറോ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. എന്ന് പറഞ്ഞാൽ അതിനൊരു ഡിഫൈൻഡ് സ്ലോപ്പ് ഉണ്ട്. ആ സെയിം ഫംഗ്ഷന്റെ ഡബിൾ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് ആ ഫസ്റ്റ് ഡെറിവേറ്റീവിൽ കൊടുത്ത സെയിം എക്സ് സീറോ കൊടുത്താൽ ആ ഡബിൾ ഡെറിവേറ്റീവ് എയ്തർ സീറോ ഓർ ഡസ് നോട്ട് എക്സിസ്റ്റ് ആണെങ്കിൽ ആ കറസ്പോണ്ടിങ് എക്സ് സീറോ എന്ന് പറഞ്ഞ എക്സിന്റെ വാല്യൂവിനെ പറയുന്ന പേരാണ് എന്ത്? പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x എന്ന് എടുക്കുന്നു. എക്സ് ക്യൂബ് മൈനസ് 3x. എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? 3x² മൈനസ് 3 ആണ്. 3x² മൈനസ് 3 ആണ്. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്താണ്? 3ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. 3x² ഡെറിവേറ്റീവ് എന്താണ്? 6x ആണ്. എക്സ് ഇസ് ഈക്വൽ ടു സീറോയില് സെക്കൻഡ് ഡെറിവേറ്റീവ് ആക്ച്വലി എന്താണ്? 0 ആണ്. പക്ഷെ എക്സ് ഇസ് ഈക്വൽ ടു സീറോയില് ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്? അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 അല്ല, -3 ആണ്. ദർഫോർ എക്സ് ഇസ് ഈക്വൽ ടു സീറോയില് ഫസ്റ്റ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നു, പക്ഷെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്തായി പോയി? 0 ആയി പോയി. ദർഫോർ ഈ ഫംഗ്ഷന്റെ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ ഫംഗ്ഷന്റെ, ഈ പർട്ടിക്കുലർ എക്സാമ്പിൾ ഫംഗ്ഷന്റെ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഈക്വൽ ടു എക്സ് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, കാരണം ഫസ്റ്റ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്തു അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0, പക്ഷേ എക്സ് ഇസ് ഈക്വൽ ടു 0യിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്തായി പോയി? 0 ആയി പോയി. ദെർഫോർ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പോയിന്റ് എന്തായിരിക്കും? ഒരു പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. കുറേ എക്സാമ്പിൾസ് പറയാം. ഇപ്പൊ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ഒക്കെ എടുത്താൽ, ഇപ്പൊ എക്സാമ്പിൾ ഞാനൊരു എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ എടുക്കുന്നു. സൈൻ എക്സിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു എന്താണ്? കോസ് എക്സ് ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ഈക്വൽ ടു എന്താണ്? സൈൻ എക്സ് ആണ്. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ സെക്കൻഡ് ഡെറിവേറ്റീവ് 0 എന്ന് ഇക്വേറ്റ് ചെയ്താൽ മതി. Therefore, sin x equal to, sin x ന്റെ ഡെറിവേറ്റീവ് cos x ആണ്. cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x ആണ്. Therefore, മൈനസ് sin x ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യും. സൈൻ 0 ആകുന്നത് ഏത് പോയിന്റിലായിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് n പൈയിലായിരിക്കും. വേർ n ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 0, 1, 2, 3 എക്സെട്ര ഏത് ഇൻഡിജർ നമ്പറും ആകാം. ദർഫോർ 0യിലും 180യിലും 360യിലും അങ്ങനെ 180യുടെ എല്ലാ മൾട്ടിപ്പിൾസിലും കറസ്പോണ്ടിങ് സൈൻ എക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ സെയിം വാല്യൂ ഫസ്റ്റ് ഡെറിവേറ്റീവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കോസ് എക്സ് ആക്ച്വലി എന്താണ്? കോസ് എക്സ് ഇസ് ഈക്വൽ ടു, വെൻ എക്സ് ഇസ് ഈക്വൽ ടു എൻ പൈ ആണെങ്കിൽ നമുക്കറിയാം കോസ് എൻ പൈ ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? -1/n ആയിരിക്കും. -1/n ഓൾവേസ് എന്തായിരിക്കും? എയ്തർ +1 അല്ലെങ്കിൽ -1 ആയിരിക്കും. Therefore, even though സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആണെങ്കിലും ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്? നോൺ സീറോ ആണ്. Therefore, പ്ലസ് ഓർ മൈനസ് n പൈ എന്ന് പറഞ്ഞ ഈ പർട്ടിക്കുലർ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആയിരിക്കും. ഓക്കെ, എങ്ങനെയാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്നതെന്ന് ക്ലിയർ ആണെന്ന് കരുതുന്നു. സെക്കൻഡ് ഡെറിവേറ്റീവ് 0 എന്ന് കൊടുക്കുക. ആ സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആകുന്ന കറസ്പോണ്ടിങ് എക്സിന്റെ വാല്യൂസ് ആയിരിക്കും പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ആ പർട്ടിക്കുലർ പോയിന്റിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കണം? നോൺ സീറോ ആയിരിക്കണം. ഓക്കെ, താങ്ക് യു ഓൾ. ക്ലാസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം.